നിലവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാകും വ്യക്തത വരുത്തുക? സ്വാഭാവികമായും ഈ വാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ഇ ഡിയുടെ റെയ്ഡ് എന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കാൻ ഇ ഡി പരിശോധന നടത്തുന്നു. അവരോട് സംസാരിച്ചപ്പോൾ കാര്യം എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ പരിശോധന നടക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ഇനി മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാര്യത്തിലാണോ എന്ന് നമുക്കറിയില്ല. നിലവിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാസപ്പടി കേസും നമുക്കറിയാം വളരെ വിവാദമായ ഒരു സംഭവമായിരുന്നു. ഈ CMRL കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും പല നേതാക്കൾക്കും അതുകൂടാതെ തന്നെ ചില പ്രത്യേക വ്യക്തികൾക്കും ഈ പറയുന്ന മാസം തോറും പണം നൽകുന്ന ഒരു സംഭവം. മാത്രമല്ല അനധികൃതമായി അവർക്ക് പണം നൽകിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകളടക്കം പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് അത് നേരത്തെ അന്ന് ആദായ നികുതി വകുപ്പ് പിടിക്കുകയും അവർക്ക് ഫൈൻ നൽകുകയും ചെയ്യുമ്പോഴാണ് ഇത് വാർത്തയായി പുറത്തേക്ക് വരുന്നത്. പിന്നീട് അതിൽ PV അല്ലെങ്കിൽ PK ഇങ്ങനെയുള്ള ചുരുക്കെടുത്ത് പേരുകൾ ഉണ്ടായിരുന്നു ഈ കരിമണൽ കർത്തയിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ വിവാദം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളുടെ പേരുള്ള ഒരു കമ്പനിയിലേക്ക് ഈ പറയുന്ന പണം നൽകിയിരിക്കുന്നത്. പക്ഷേ അത് നൽകിയ സേവനത്തിനാണ് ഈ പണം നൽകിയത് എന്നുള്ളതായിരുന്നു അന്ന് ഈ പറയുന്ന വീണ വിജയനും അതുകൂടാതെ തന്നെ മറ്റ് ആളുകൾ നൽകിയ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകിയ വിശദീകരണം. പക്ഷേ അങ്ങനെ ഒരു എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത അന്ന് വരുത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതാണ് മാസപ്പിടി കേസിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിന്നീട് ഈ അനുവിലേക്ക് ഞാൻ വരാം. അനു തുടരൂ. കണ്ണൂരിലും ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. നിഖിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, വിവരങ്ങൾ പറയൂ. അദ്ദേഹത്തിന്റെ വീട്ടിലും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. എന്നാൽ ഏത് ഏജൻസിയാണ് പരിശോധന നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ലോക്കൽ പോലീസിനെ പോലും വിവരം അറിയിക്കാതെയാണ് ഈ അന്വേഷണ സംഘം, ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നത്. CRPFന്റെ സുരക്ഷയാണ് ഇപ്പോൾ ഈ പരിശോധനയുടെ ഭാഗമായി അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ് ഏജൻസി, അത് SIT ആണോ അല്ലെങ്കിൽ EDയുടെ ഉദ്യോഗസ്ഥരാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത നമുക്ക് ഇല്ല. ഏതായാലും കണ്ണൂർ പിണറായി വിജയന്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. കണ്ണൂർ പിണറായിയിലെ വീട്ടിലും അതേപോലെ തിരുവനന്തപുരത്തെ അദ്ദേഹം താമസിക്കുന്ന വാടക വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത്. EDH സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് CMRL കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു. നേരത്തെ ഈ കേസിൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കർശന നടപടികൾ കോടതി തടഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ഉത്തരവോടുകൂടി ആ തടസ്സങ്ങളൊക്കെ നീങ്ങിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. ഹാൻസ് ജോൺ കൂടി വിവരങ്ങളുമായി തത്സമയം ചേർന്നുണ്ട്. ഹാൻസ്, നമ്മളിപ്പം അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? സേതു, അല്പസമയം മുമ്പ് ED ഉദ്യോഗസ്ഥർ ബേക്കർ ജംഗ്ഷനിലെ തിരുവനന്തപുരം ബേക്കർ ജംഗ്ഷനിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് എത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവർ ഇപ്പോൾ പരിശോധനയ്ക്കായി അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി എത്ര മണി വരെ ഈ പരിശോധന നീളും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിനു മുൻപ് ഈ തലസ്ഥാനത്ത് ഇത്തരമൊരു ED റെയ്ഡ് നടന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആയിരുന്നു. അതിൽ പ്രതികളിൽ ഒരാളായിട്ടുള്ള പേട്ടയിലെ വീട്ടിലായിരുന്നു ഇത്തരത്തിൽ ED റെയ്ഡ് നടന്നത്. അതിനുശേഷം മറ്റൊരു കേസിൽ ED റെയ്ഡ് നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അന്ന് ഈ ED ഉദ്യോഗസ്ഥർ വന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി പുറത്തേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പരിശോധന എത്ര മണിവരെ നീളും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. സാധാരണഗതിയിൽ സമയമെടുത്തുകൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പരിശോധനകൾ നടത്താറ്. കാരണം ഈ CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ധൃതി ഉള്ള ഒരു പരിശോധനയല്ല. സ്വാഭാവികമായിട്ടും സമയമെടുത്തുകൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്ര മണിവരെ ഈ പരിശോധന നീളും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഈ വസതിയിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം ഉള്ള സമയത്ത് തന്നെയാണ്
പിന്നാലെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അകത്തേക്ക് വരിക അല്ലെങ്കിൽ വീട്ടിലേക്ക് വരികയും ഇത്തരത്തിൽ പരിശോധന നടത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും പരിശോധന നിലവിൽ പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ, സാധാരണഗതിയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരണങ്ങൾ നടത്താറില്ല. ഏതെങ്കിലും തരത്തിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം സാധാരണ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കാറുള്ളത്.